ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു QA ഫോക്കസ്. ഇന്ന് കെമിസ്ട്രിക്കകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഉറപ്പായിട്ടും ഇതിനകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നാളത്തെ എക്സാമിന് കിട്ടും, ഉറപ്പാണ്. കാരണം സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. അപ്പം നമുക്കിപ്പം തന്നെ അങ്ങ് പഠിച്ചു തുടങ്ങാം. ഒരു പേപ്പറും പെന്നും എടുത്തിട്ട് ഒപ്പം ഇരുന്ന് തന്നെ എഴുതി അങ്ങ് പഠിച്ചു തുടങ്ങാം കേട്ടോ. ആ മെയിൻ ഹെഡിങ്സ് ഒക്കെ ഒന്ന് സർക്കിൾ ചെയ്തൊന്ന് നോട്ട് ചെയ്തിട്ടേക്കണം. നാളെ എക്സാമിന് കയറുന്നതിന് മുമ്പ് അതൊക്കെ ഒന്ന് സ്പീഡിലൊന്ന് വായിച്ചിട്ട് വേണം കയറാനായിട്ട്. ഓക്കെ, ഇനി ഒന്നും പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ പോലും ജസ്റ്റ് ഈ വീഡിയോ കണ്ട് തീർക്കുന്ന ടൈം കൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നോക്കിയേക്കാം. ഫസ്റ്റ് എന്താ ചോദിച്ചിരിക്കുന്നത്? സ്റ്റേറ്റ് കൊളറാഷ്യസ് ലോ, റൈറ്റ് എനി 2 ആപ്ലിക്കേഷൻ ഓഫ് ദി ലോ. കൊളറാഷ്യസ് ലോ എന്താണെന്ന് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്നും ചോദിച്ചിട്ടുണ്ട്. എന്താ കൊളറാഷ്യസ് ലോ പറയുന്നത്? മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ്, മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് is equal to, ആർക്ക് ഈക്വൽ ആണ്? സം ഓഫ് മോളാർ കണ്ടക്ടിവിറ്റീസ് ഓഫ് it is of cations and anions. Molar conductivity of electrolyte is equal to sum of molar conductivities of cations and anions. പക്ഷെ ഒരു കണ്ടീഷനും കൂടെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യണം. മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് അറ്റ് ഇൻഫൈനൈറ്റ് dilution is equal to sum of molar conductivities of cations and anions. അതും എപ്പോഴാണ്? at infinite dilution. ഇൻഫൈനൈറ്റ് അല്ലേ? ഓക്കെ, ഡൈലൂഷൻ. ഇപ്പം കാര്യം പിടികിട്ടിയോ? ലോ ഇപ്പം തന്നെ പഠിച്ചില്ലേ? മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് അറ്റ് ഇൻഫൈനൈറ്റ് ഡൈലൂഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് മോളാർ കണ്ടക്ടിവിറ്റീസ് ഓഫ് കാറ്റിയോൺസ് ആൻഡ് ആനിയോൺസ് എപ്പോഴാണ്? അറ്റ് ഇൻഫൈനൈറ്റ് ഡൈലൂഷൻ. കണ്ടോ? ലോ ഇപ്പം തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്നും കൂടി പെട്ടെന്നൊന്ന് പറഞ്ഞൊന്ന് പഠിച്ചേ. ഓക്കെ, ക്ലിയർ ആയി, സെറ്റായി, അത് കഴിഞ്ഞു. ഇനി അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നാണ് നമുക്കറിയേണ്ടത്. ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പം നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ടു ഫൈൻഡ് ഔട്ട് അല്ലെങ്കിൽ ടു കാൽക്കുലേറ്റ് മോളാർ കണ്ടക്ടിവിറ്റി, പിന്നെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, ആൻഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്. To calculate the molar conductivity, degree of dissociation constant. ഇതെല്ലാം ആരുടെയാണ്? ഓഫ് weak electrolytes. പഠിച്ചിട്ടോണേ. ലോ പഠിക്കണം, അതിൻ്റെ ആപ്ലിക്കേഷൻ പഠിക്കണം. 3 ആപ്ലിക്കേഷനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. മോളാർ കണ്ടക്ടിവിറ്റി, ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് കൊളറാഷ്യസ് ലോ അപ്ലൈ ചെയ്യുന്നത്. സെറ്റാണല്ലോ? 3 മാർക്ക് നമ്മുടെ കയ്യിലെത്തിക്കഴിഞ്ഞപ്പോഴേ. ഇനി അടുത്ത് എന്താ ചോദിക്കുന്നത്? അടുത്തതും സ്ഥിരം ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻ ആണേ. സ്റ്റേറ്റ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോലിസിസ്. ഫാരഡേസ് ലോ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 ലോ ഉണ്ട് പഠിക്കാനായിട്ട്. സാധാരണ ഒരു ലോ ആണ് ചോദിക്കുന്നത്. ഒരു ലോയും അതിൻ്റെ കൂടെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ഇനി 2 ലോയും കൂടി ചോദിക്കുവാണെങ്കിൽ ആ 2 ലോയും കൂടി നമുക്കൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരു ലോയ്ക്ക് 2 മാർക്ക് വെച്ചിട്ട് 2 കൂടി 4 മാർക്ക് വരും. ഓക്കെ, നമുക്ക് എന്തായാലും 2 അങ്ങ് പഠിച്ചേക്കാം. ഫാരഡേസ് ഫസ്റ്റ് ലോയും ഫാരഡേസ് സെക്കൻഡ് ലോയും. എന്തൊക്കെയാ? ഫാരഡേസ് ഫസ്റ്റ് ലോ. ഫാരഡേസ് ഫസ്റ്റ് ലോ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഫാരഡേസ് ഫസ്റ്റ് ലോ പറയുന്നത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ്. ഒന്നുകിൽ ഡെപ്പോസിറ്റ് ചെയ്യാം
അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യാം, പുറത്തുവിടാം. എവിടെ? അറ്റ് ആൻ ആനോഡ്. ഒരു ആനോഡിൽ ഇലക്ട്രോലിസ് നടത്തുമ്പോഴത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുകയോ പുറത്ത് വിടുകയോ ചെയ്യുന്ന സബ്സ്റ്റൻസിൻ്റെ അളവ് എന്ന് പറയുന്നത് അറ്റ് ആൻ ആനോഡ് ഈസ് പ്രപ്പോർഷണൽ ടു ആർക്ക് പ്രപ്പോർഷണൽ ആണ്? ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഫ്ലോയിങ് ത്രൂ ഇറ്റ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസിംഗ് ത്രൂ ദി ഇലക്ട്രോലൈറ്റ്. പ്രപ്പോർഷണൽ ടു ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കറണ്ട് പാസിംഗ് ത്രൂ ഇലക്ട്രോലൈറ്റ്. ഇപ്പം തന്നെ പഠിച്ചോണം കേട്ടോ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് പുറത്ത് വിടുക അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഡെപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് അറ്റ് ആൻ ആനോഡ് ഈസ് പ്രപ്പോർഷണൽ ടു, അറ്റ് ആൻ ആനോഡ് അല്ല, കോമൺ ആണ് കേട്ടോ, ഇലക്ട്രോഡ് എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഡെപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് അറ്റ് ആൻ ഇലക്ട്രോഡ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ആ ഇലക്ട്രോലൈറ്റിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് പ്രപ്പോർഷണലാണ്. റിയാക്ഷൻ നടക്കുമ്പോൾ ഒരു ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പുറത്ത് വിടുകയോ ചെയ്യുന്ന, ലിബറേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന സബ്സ്റ്റൻസിൻ്റെ അളവ് എന്ന് പറയുന്നത് ആ ഇലക്ട്രോലൈറ്റിൽ കൂടി എത്ര കറണ്ട് പാസ് ചെയ്യുന്നോ അതിന് പ്രപ്പോർഷണലാണ്. കറണ്ട് കൂടിയാൽ സബ്സ്റ്റൻസിൻ്റെ അളവും കൂടും, കറണ്ട് കുറഞ്ഞാൽ സബ്സ്റ്റൻസിൻ്റെ അളവും കുറയും, അത്രയേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ സബ്സ്റ്റൻസ് ലിബറേറ്റഡ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഈസ് പ്രപ്പോർഷണൽ ടു എന്തെന്ന് എഴുതാം? ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ചാർജ് ഫ്ലോയിങ് ത്രൂ ഇറ്റ്, അല്ലേ? ചാർജ് ഫ്ലോയിങ് ത്രൂ ഇറ്റ് Q. W ഈക്വൽ ടു അല്ലെങ്കിൽ W പ്രൊപ്പോർഷണൽ ടു, നമുക്കറിയാം ചാർജ് എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്സിൻ്റെ ടോപ്പിക്കാണ്, അല്ലേ? ഫിസിക്സിൽ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ചാർജ് എന്ന് പറയുന്നത് കറണ്ട് ഇൻറ്റു ടൈം ആണ്, അല്ലേ? I ഇൻറ്റു ടി ആണ്. അങ്ങനെയെങ്കിൽ നമുക്കിതിനെ I ഇൻറ്റു ടി എന്ന് എഴുതാമല്ലോ. എഴുതാം. W ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ് വരണം, എന്നിട്ട് IT എന്ന് എഴുതാം, അല്ലെങ്കിൽ എന്തെഴുതാം? W ഈക്വൽ ടു Z Q എന്നും എഴുതാം. രണ്ടും ഓക്കെയാണ്. ഇനി ഇയാൾ ആരാ? Z ഇലക്ട്രോകെമിക്കൽ ഇക്വലന്റ്. ഒരു കോൺസ്റ്റന്റ് ആണേ, കോൺസ്റ്റന്റ് കേട്ടോ. അപ്പോൾ ഫാരഡേസ് ഫസ്റ്റ് ലോ ഒന്നുകൂടെ പെട്ടെന്ന് പറഞ്ഞേ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ലിബറേറ്റഡ് ഓർ ഡെപ്പോസിറ്റഡ് അറ്റ് ആൻ ഇലക്ട്രോഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്വാണ്ടിറ്റി ഓഫ് ദി കറണ്ട് പാസിംഗ് ത്രൂ ദി ഇലക്ട്രോലൈറ്റ്. കഴിഞ്ഞു. W പ്രൊപ്പോർഷണൽ ടു Q ആണ്. Q എന്ന് പറയുന്നത് IT ആണ്. അങ്ങനെയാണ് W ഈക്വൽ ടു അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ടു IT എന്ന് എഴുതാം. ഒരു കോൺസ്റ്റന്റ് ഉണ്ട്, Z ആണ്. ആ കോൺസ്റ്റന്റ് ആരാണ്? ഇലക്ട്രോകെമിക്കൽ ഇക്വലന്റ് ആണ്. കാര്യം കഴിഞ്ഞല്ലോ. 2 മാർക്ക് കൈ കിട്ടിയല്ലോ. സെറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തിലേക്ക് പോവാം? സെക്കൻഡ് ലോ എന്താ പറയുന്നത് നോക്കാം. ആരുടെ? ഫാരഡേയുടെ സെക്കൻഡ് ലോ. ഫാരഡേസ് സെക്കൻഡ് ലോ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് സെയിം തന്നെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഷോർട്ടാക്കി എഴുതുകയാണേ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് liberated or deposited. Amount of substance liberated or deposited by same quantity of current. ഒരേ എമൗണ്ട് ഓഫ് കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ബൈ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കറണ്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു, ഇത് ആർക്ക് പ്രൊപ്പോർഷണൽ ആണ്? പ്രൊപ്പോർഷണൽ ടു equivalent weight of the substance. Weight of the substance. പെട്ടെന്ന് പഠിച്ചേ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ലിബറേറ്റഡ് ഓർ ഡെപ്പോസിറ്റഡ്. ലിബറേറ്റ് ചെയ്യോ ഡെപ്പോസിറ്റ് ചെയ്യോ ചെയ്യുന്നത് ആര് കാരണം? സെയിം ക്വാണ്ടിറ്റി ഓഫ് കറണ്ട് കാരണം.
സെയിം ക്വാണ്ടിറ്റി ഓഫ് കറണ്ട് കാരണം ഒരു ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയോ ലിബറേറ്റ് ചെയ്യുകയോ സബ്സ്റ്റൻസിൻ്റെ അളവ് എന്ന് പറയുന്നത് അതിൻ്റെ ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻറ്റ് വെയ്റ്റിന്, ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻ്റ് അല്ല, അത് കഴിഞ്ഞ ലോയ്ക്കകത്തായിരുന്നേ ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻറ്റ് ഇസഡ്. ഇവിടെ എന്തിന് പ്രൊപ്പോർഷനാണ്? ഇക്വലൻറ്റ് വെയ്റ്റ് ഓഫ് ദ സബ്സ്റ്റൻസിന് പ്രൊപ്പോർഷനാണ്. ഇക്വലൻറ്റ് വെയ്റ്റ് ഓഫ് ദി സബ്സ്റ്റൻസിന് പ്രൊപ്പോർഷനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഒന്ന് നോക്കാം. എക്സും വൈയും രണ്ട് സബ്സ്റ്റൻസ് നമ്മൾ എടുക്കുകയാണ്. അപ്പം മാസ് ഓഫ് എക്സ് ഡെപ്പോസിറ്റഡ് അത് ആർക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും? പ്രൊപ്പോർഷണൽ ടു ഇക്വലൻറ്റ് വെയ്റ്റ് ഓഫ് എക്സ്. അതേപോലെ വൈയും ഡെപ്പോസിറ്റായി അല്ലെങ്കിൽ ലിബറേറ്റായി. മാസ് ഓഫ് വൈ ഡെപ്പോസിറ്റഡ് അല്ലെങ്കിൽ ലിബറേറ്റഡ്, നമുക്ക് രണ്ടും എഴുതാവേ. പ്രൊപ്പോർഷണൽ ടു ഇക്വലൻറ്റ് വെയ്റ്റ് ഓഫ് ആരാ? വൈ ആണ് അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്കിതൊരു പ്രോബ്ലമായിട്ട് വല്ലതും കിട്ടുകയാണെങ്കിൽ മാസ് ഓഫ് എക്സ് ഡെപ്പോസിറ്റഡ് ബൈ മാസ് ഓഫ് വൈ ഡെപ്പോസിറ്റഡ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? ഇക്വലൻറ്റ് വെയ്റ്റ് ഓഫ് എക്സ് ബൈ ഇക്വലൻറ്റ് വെയ്റ്റ് ഓഫ് വൈ എന്ന് എഴുതാമല്ലോ. എഴുതാം. അപ്പോൾ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാനും പറ്റും. അപ്പം ഈ 2 മാർക്കിൻ്റെ 2 ലോസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഏതെങ്കിലും ഒരെണ്ണവും അതിൻ്റെ കൂടെ ചിലപ്പം ചോദിക്കാൻ ഒന്നെങ്കിൽ ഒരു ചെറിയൊരു പ്രോബ്ലം ആയിട്ട് വരാം, അല്ലെങ്കിൽ ഫാരഡേ കോൺസ്റ്റന്റ് ഡിഫൈൻ ചെയ്യാനായിട്ട് നമുക്ക് ചോദിക്കാം. ഫാരഡേ കോൺസ്റ്റന്റ് എന്താ പറയുന്നത്? ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി റിക്വയർഡ് ടു ലിബറേറ്റ് ഓർ ഡെപ്പോസിറ്റ് 1 gram ഇക്വലൻ്റ് ഓഫ് എനി സബ്സ്റ്റൻസ്. 1 gram ഇക്വലൻ്റ് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് വേണ്ടി വരുന്ന ഇലക്ട്രിസിറ്റിക്കാണ് എന്ത് പറയുന്നത്? 1 ഫാരഡേ. അതിൻ്റെ വാല്യൂ 96500 കൂളം പെർ മോൾ. പഠിച്ചിട്ടോണേ, വാല്യൂ പഠിച്ചിട്ടോണേ. ഇത് ബേസ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് ഓൾറെഡി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കമൻറ്റ് ബോക്സിൽ തന്നേക്കാം, നോക്കാൻ മറന്നു പോകരുതേ. അതുപോലെ തന്നെ കൊളറാഷ്യസ് ലോ ബേസ് ചെയ്ത് വരുന്ന പ്രോബ്ലംസും ഒക്കെ സിമ്പിൾ പ്രോബ്ലംസ് ആണ്. വലിയ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല, സിമ്പിളാണ്. പെട്ടെന്ന് പഠിക്കാനും പെട്ടെന്ന് ചെയ്യാനും പറ്റുന്നതാണ്. വെറുതെ മാർക്ക് കളയണ്ട, ജസ്റ്റ് ഒന്ന് നോക്കിയേക്ക് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. എക്സ്പ്ലെയിൻ ദ ഫോളോയിങ്. പെട്ടെന്ന് മാർക്ക് കിട്ടുന്ന ഐറ്റംസ് ആകട്ടെ ഇതൊക്കെ. ആവറേജ് കൈനറ്റിക് എനർജി. എന്താണ് ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്? ഒരു കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന റിയാക്റ്റൻസിൻ്റെ എനർജിക്കാണ് എന്ത് പറയുന്നത്? ആവറേജ് കൈനറ്റിക് എനർജി. എനർജി ഓഫ് റിയാക്റ്റന്റ് മോളിക്യൂൾസ് ഇൻവോൾവ്ഡ് ഇൻ കെമിക്കൽ റിയാക്ഷൻ. ആരാ? എനർജി ഓഫ് റിയാക്റ്റൻസ് അല്ലെങ്കിൽ റിയാക്റ്റന്റ് മോളിക്യൂൾസ്. എവിടെ? കെമിക്കൽ റിയാക്ഷനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ഇൻവോൾവ്ഡ് ഇൻ കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന റിയാക്റ്റന്റ് മോളിക്യൂൾസിൻ്റെ എനർജിക്കാണ് എന്ത് പറയുന്നത്? ആവറേജ് കൈനറ്റിക് എനർജി. അങ്ങനെയാണെങ്കിൽ ത്രെഷോൾഡ് എനർജി ആരാ? ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യണമെങ്കിൽ മിനിമം എനർജി വേണം. മിനിമം എനർജി വേണം. മിനിമം എനർജി ഉണ്ടെങ്കിൽ മാത്രമേ കെമിക്കൽ റിയാക്ഷനിൽ ഇൻവോൾവ് ആകാനായിട്ട് പറ്റത്തുള്ളൂ. ആ മിനിമം എനർജിക്കാണ് എന്ത് പറയുന്നത്? ത്രെഷോൾഡ് എനർജി. മിനിമം എനർജി റിക്വയർഡ് ഫോർ ആർക്കാണ്? റിയാക്റ്റന്റ് മോളിക്യൂൾസ്. പ്രോഡക്റ്റിനാണോ? അല്ല, റിയാക്റ്റന്റ് മോളിക്യൂൾസ്. എന്തിനാ? ടു ഇൻവോൾവ് ഇൻ കെമിക്കൽ റിയാക്ഷൻ. ഷോർട്ടായിട്ട് എഴുതുന്നതേ ഉള്ളൂ, പഠിക്കുമ്പോൾ ഫുൾ അങ്ങ് എഴുതി, എക്സാമിന് ഫുള്ളും അങ്ങ് എഴുതണേ. ഇതേപോലെ അങ്ങ് എഴുതിയിടരുതേ. മിനിമം, അതുപോലെ എക്സാമിന് MIN എന്നൊന്നും എഴുതിയിടരുത്, മിനിമം തന്നെ എഴുതണേ. മിനിമം എനർജി റിക്വയർഡ് ഫോർ റിയാക്റ്റന്റ് മോളിക്യൂൾസ് ടു ഇൻവോൾവ് ഇൻ കെമിക്കൽ റിയാക്ഷൻ, ദാറ്റ് ഈസ് ത്രെഷോൾഡ് എനർജി. അങ്ങനെയാണെങ്കിൽ ആക്ടിവേഷൻ എനർജി ആരാ? ഈ മിനിമം എനർജി ഇല്ലാത്തതിന് നമ്മൾ എക്സ്ട്രാ എനർജി അങ്ങോട്ട് കൊടുത്തിട്ട് വേണം കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാനായിട്ട്. ആവശ്യത്തിനുള്ള എനർജി ഇല്ല, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? കയ്യിൽ നമ്മൾ അങ്ങോട്ട് എനർജി കൊടുക്കണം, എന്നിട്ട് വേണം നമ്മൾ അതിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്.
അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എക്സസ് എനർജി ഗിവൺ to reactant molecules to involve in chemical reaction or participate in chemical reaction. Excess energy given to reactant molecules. എന്തിനാ? To take part in, അല്ലെങ്കിൽ എന്തിനു എഴുതിയാൽ മതി? ഇൻവോൾവ് ഇൻ എഴുതിയാൽ മതി അല്ലേ? ഒരേ രീതിയിൽ തന്നെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് പഠിക്കാനായിട്ട്. ഇൻവോൾവ് ഇൻ കെമിക്കൽ റിയാക്ഷൻ. ഓക്കെ ആണോ? അപ്പോൾ 3 പോയിന്റ്സ് എഴുതുമ്പോൾ നമുക്ക് 3 മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും. സിമ്പിളാണ്, പഠിക്കാൻ പാടുമില്ല, ഒന്നുമില്ല. ഇന്നലെ വരെ ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ ഇന്ന് വെറുതെ കേട്ടിട്ട് പോയാലും എഴുതി 3 മാർക്ക് കയ്യിലാക്കാം. ശരിയാണോ? അതെ. ഓക്കെ, അടുത്ത് നോക്കേ. റൈറ്റ് ദി ഓർഡർ ഓഫ് ദി ഫോളോയിങ് റിയാക്ഷൻ. അതിന് മുമ്പായിട്ട് അതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇതാണ്. വാട്ട് ഈസ് മെൻ ബൈ സ്യൂഡോ ഓർഡർ റിയാക്ഷൻ? എന്താണ് സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്? സ്യൂഡോ ആ വാക്കിൽ തന്നെ ഉണ്ടല്ലേ, ഫേക്ക് ആണ്, ശരിയായിട്ടുള്ളതല്ല. ഫേക്ക് എന്നാണ് സ്യൂഡോയുടെ മീനിങ് അല്ലേ? കറക്റ്റ് ആയിട്ടുള്ളത് അല്ല എന്നുള്ള മീനിങ് ആണ്. എന്താ സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്? അതായത് കണ്ടാൽ നമുക്ക് തോന്നും ഹൈ ഓർഡർ റിയാക്ഷൻ ആണെന്ന്, പക്ഷെ ശരിക്കും അത് ഫോളോ ചെയ്യുന്നത് ലോ ഓർഡർ ആയിരിക്കും. അല്ലെങ്കിൽ ശരിക്കും അവിടെ വരുന്ന ഓർഡർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ലോ ഓർഡർ ആയിരിക്കും. അപ്പോൾ ലോ ഓർഡർ ആണ്, പക്ഷേ അപ്പിയേഴ്സ് ടു ബി ഓഫ് ഹൈ ഓർഡർ, കാണപ്പെടുന്നത് ഹൈ ഓർഡർ എന്നായിരിക്കും. അതിനെയാണ് എന്ത് പറയുന്നത്? സ്യൂഡോ ഓർഡർ റിയാക്ഷൻ. റിയാക്ഷൻ appear to be of higher order but follows low order kinetics. അല്ലെങ്കിൽ ശരിക്കുമുള്ള അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ലോ ആയിരിക്കും, പക്ഷെ അത് നമുക്ക് കണ്ടാൽ നമുക്ക് തോന്നുന്നത് അത് ഹൈ ഓർഡർ ആണോ എന്നായിരിക്കും. അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്യൂഡോ ഓർഡർ റിയാക്ഷൻ. ക്ലിയർ ആയോ? ഇനി ഈ തന്നിരിക്കുന്നതിനകത്ത് നമുക്കിവിടെ ശരിക്കും ഈ റിയാക്ഷനകത്ത് ഇത് ശരിക്കും വാട്ടറിൻ്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആര് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? സുക്രോസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇത് എന്ത് റിയാക്ഷനാണ്? സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ്. കണ്ടാൽ നമുക്ക് തോന്നും വാട്ടറിൻ്റെ കോൺസെൻട്രേഷനെ കൊണ്ട് ഡിപ്പെൻഡ് ചെയ്യും, 2 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആയിരിക്കും എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? വാട്ടറിൻ്റെ കോൺസെൻട്രേഷന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, സുക്രോസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കുന്നത് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഇനി സെയിം ക്വസ്റ്റ്യൻ തന്നെ. ഇനി സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് വിളിക്കാൻ കാരണം എന്താ? റേറ്റ് ഡിപ്പെൻഡ്സ് only on concentration of sucrose, not depend on concentration of water. Clear ആയോ? ഇനി സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഇങ്ങനെയും ചോദിക്കാം. ഒന്ന് നോക്കിയേക്കണേ. Inversion of sucrose in presence of dilute acid is said to be pseudo order reaction. Is it true? Justify. Inversion of sucrose എന്ന് പറയുന്നത് pseudo order reaction ആണ്. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് കൊടുക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സെയിം ഇക്വേഷൻ തന്നെയാണ് ഇൻവേർഷൻ ഓഫ് സുക്രോസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞ അതേ ആൻസർ തന്നെ എഴുതിയാൽ മതി. ഓക്കെ,
അടുത്തത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചേക്കണം, പഠിക്കാതെ പോവുകയേ ചെയ്യരുത്. ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ, കെമിക്കൽ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്? ഇനിഷ്യൽ കോൺസെൻട്രേഷൻ നേരെ ഹാഫ് ആകാനായിട്ട് എടുക്കുന്ന ടൈമിനെയാണ് എന്ത് പറയുന്നത്? ഹാഫ് ലൈഫ്. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ നേരെ പകുതിയായിട്ട് മാറാൻ എടുക്കുന്ന ടൈമാണ് ഹാഫ് ലൈഫ്. അപ്പം നമുക്കത് സെൻറ്റൻസിൽ എങ്ങനെ എഴുതാം? ടൈം റിക്വയർഡ് ടു റെഡ്യൂസ് ദ കോൺസെൻട്രേഷൻ ഓഫ്, അല്ലെങ്കിൽ എളുപ്പം പഠിക്കാനായിട്ട് ചേഞ്ച് എന്ന് എഴുതാം അല്ലേ? ചേഞ്ച് ദി കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ടു half of its original value, half of its original concentration അല്ലെങ്കിൽ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ, ആദ്യം ഉണ്ടായിരുന്നത് ഏതാണോ time required to change the concentration of reactants to half of its initial concentration, ആദ്യം ഉണ്ടായിരുന്നത് ഏതാണോ അതിൻ്റെ നേരെ പകുതിയായിട്ട് മാറാനായിട്ട് എടുക്കുന്ന ടൈം എന്തായിട്ട് മാറണം? ഹാഫ് ഓഫ് ദി റിയാക്റ്റൻസിൻ്റെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ആയിട്ട് മാറണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം, ഉറപ്പായിട്ടും ചോദിക്കും. കോൺസെൻട്രേഷൻ ഹാഫ് ലൈഫ് ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഇൻ കേസ് ഡെറിവേഷനായിട്ട് ചോദിച്ചില്ലെങ്കിൽ പോലും ഒന്നുകിൽ ഒരു പ്രോബ്ലം ക്വസ്റ്റ്യനകത്ത് നമുക്ക് പ്രതീക്ഷിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് 2 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് ജസ്റ്റ് ഇക്വേഷൻ എഴുതാനായിട്ട് 1+1 ഒക്കെ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം, മറന്നു പോകരുത് കേട്ടോ. റെഡ്യൂസ് ദ എക്സ്പ്രഷൻ ഓഫ് ഹാഫ് ലൈഫ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇനി ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അല്ലെങ്കിൽ എന്ത് ചോദിക്കാം? എക്സ്പ്രഷൻ ഓഫ് ഹാഫ് ലൈഫ് ഓഫ് എ സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് ചോദിക്കാം. രണ്ടും നമുക്ക് ഇതിനകത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് സീറോ ഓർഡർ റിയാക്ഷൻ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സീറോ ഓർഡർ റിയാക്ഷൻ നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ടി ഹാഫ് ഓഫ് അല്ലേ, ഹാഫ് ലൈഫ് ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ. സീറോ ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ് ബൈ ടൈം ആണ്. ഇവിടെ ടൈം നമ്മൾ റിയാക്ഷൻ തുടങ്ങി ടി ഹാഫ് എന്നങ്ങ് എടുക്കുകയാണ്. ഈ ടി ഹാഫ് ആകുമ്പോഴത്തേക്കും R0 ആരായിട്ട് മാറും? കോൺസെൻട്രേഷൻ ഓഫ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ചേഞ്ചസ് ടു ഹാഫ് ഓഫ് ദി ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ആയിട്ട് മാറും അല്ലേ? എന്ന് വെച്ചാൽ അവിടെ വരുന്ന ആറിൻ്റെ വാല്യൂ എത്രയായിരിക്കും? R എന്ന് പറയുന്നത് R0/2 ആയിരിക്കും. ശരിയാണോ? R എന്ന് പറയുന്നത് R0/2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടി ഹാഫ് ടൈമിലെ K എങ്ങനെ എഴുതാം? റേറ്റ് കോൺസ്റ്റന്റ് അറ്റ് ടി ഹാഫ്. ടി ഹാഫ് ടൈമിലെ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് K ഈക്വൽ ടു ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. ഇപ്പോഴത്തെ R എന്തായിട്ട് മാറി? R0/2 ആയിട്ട് മാറി. ഹോൾ ഡിവൈഡഡ് ബൈ, ഇവിടെ ടൈം ആയിരുന്നല്ലേ, ടൈം ഇപ്പോൾ എത്രയാ? ടി ഹാഫ് ആണ്. നമുക്കിന്ന് സോൾവ് ചെയ്യാം. എന്ത് കിട്ടും? 2R0 മൈനസ് R0 ബൈ, കോമൺ ആയിട്ട് ഒരു 2 വരും, പിന്നെ ആരും കൂടി ഉണ്ട്? ഒരു ടി ഹാഫും കൂടി ഉണ്ട്. 2R0 മൈനസ് R0 എന്ന് പറയുന്നത് 1R0 അല്ലേ, ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ബൈ 2 ഇൻറ്റു ടി ഹാഫ്. അങ്ങനെയാണെങ്കിൽ ടി ഹാഫ് ആരായിരിക്കും?
ടി ഹാഫ് ഈക്വൽ ടു, ഈ കെ നേരെ താഴേക്ക് വരും, ശരിയാണോ? ഈ കെ നേരെ താഴേക്ക് വരും. കെ ആരാ? റേറ്റ് കോൺസ്റ്റന്റ്. അപ്പം സീറോ ഓർഡർ റിയാക്ഷൻ്റെ എന്ത് കിട്ടി നമുക്ക്? ഹാഫ് ലൈഫ് കിട്ടി. ഇപ്പം തന്നെ അങ്ങ് എഴുതി പഠിച്ചോണം കേട്ടോ. ഇനി ഇവിടെ ഒരു പോയിന്റ് നമുക്ക് നോട്ട് ചെയ്യാനുള്ളത് എന്താന്ന് വെച്ചാൽ, സീറോ ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ ടി ഹാഫ് പ്രൊപ്പോർഷണൽ ടു ആരാണ്? ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. ടി ഹാഫ് അല്ലെങ്കിൽ ഹാഫ് ലൈഫ് ആർക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഇനിഷ്യൽ കോൺസെൻട്രേഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുമ്പം നോട്ട് ചെയ്യേണ്ടത്. ഒന്ന്, സീറോ ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ ഇക്വേഷൻ എന്താണെന്നുള്ളത് പഠിക്കുക. 2, ടി ഹാഫിൻ്റെ ഇക്വേഷൻ എന്താണെന്നുള്ളത് പഠിക്കുക. ദെൻ ടി ഹാഫ് ആയിരിക്കുമ്പോഴത്തെ ടി ഹാഫ് സീറോ ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ ടി ഹാഫ് ആരെ ഡിപ്പെൻഡ് ചെയ്യും? ഇനിഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നോട്ട് ചെയ്യണം, എങ്കിലേ നമുക്ക് മാർക്ക് കൂടുതലായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. വെറുതെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ട് പോയാൽ അതിൻ്റെ അകത്ത് നിന്ന് റിലേറ്റ് ചെയ്ത് വരുന്ന കൂടുതൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ വേണം പഠിക്കാനായിട്ട്. ഓക്കെ, ഇനി നമ്മളിപ്പോൾ സീറോ ഓർഡർ കഴിഞ്ഞു. ഇനി നമുക്ക് എഴുതാം ടി ഹാഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്, പെട്ടെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ, പെട്ടെന്നൊന്ന് ഓർത്തേ. പഠിക്കുമ്പോൾ ഒരു പേപ്പറും പെന്നും എടുക്കണേ. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഉടൻ തന്നെ നമ്മളൊന്ന് എഴുതി നോക്കുക, എന്നിട്ട് ചെക്ക് ചെയ്യുക നമ്മൾ എഴുതിയത് ശരിയാണോ എന്ന്. അങ്ങനെ വേണം സ്പീഡിൽ പഠിക്കാനായിട്ട്. എക്സാമിൻ്റെ തലേന്നല്ല, അധികം ടൈമൊന്നും നമുക്കില്ലല്ലോ. ഓക്കെ, കിട്ടിയോ? ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എന്തെഴുതുക? ടി ഹാഫ് ആവുമ്പോഴത്തേക്കും R0 എത്രയായിട്ട് മാറിയിട്ടുണ്ടാവും? R0 ബൈ 2 ആയിട്ട് മാറിയിട്ടുണ്ടാകും. എന്ന് വെച്ചാൽ R ഈക്വൽ ടു ആരായിരിക്കും? R0 ബൈ 2 ആയിരിക്കും. നമ്മളിനി ഇതെല്ലാം എടുത്ത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലേ? കെ റേറ്റ് കോൺസ്റ്റന്റ് അറ്റ് ടി ഹാഫ്, കെ ഈക്വൽ ടു എന്ത് കിട്ടും? 2.303 ബൈ ടി ഹാഫ്. കഴിഞ്ഞോ? ഇല്ല. ലോഗ് ആരുണ്ട്? ബൈ ആര് വരണം? സെറ്റല്ലേ? ഇത് രണ്ടും കൂടി ക്യാൻസലായി പോവും അല്ലേ? ബാക്കി എന്ത് കിട്ടും? കെ ഈക്വൽ ടു 2.303 ബൈ ടി ഹാഫ് ലോഗ് ഈ 2 നേരെ മുകളിലോട്ട് വരില്ലേ? വരും. ദാറ്റ് ഈക്വൽ ടു 2.303 ബൈ ടി ഹാഫ് ലോഗ് 2ൻ്റെ വാല്യൂ 0.3012. ഓക്കെ, 30.3010. ഓക്കെ, 010. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കെ ഈക്വൽ ടു എന്ത് കിട്ടും? 0.693 ബൈ, ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ്, ബൈ ടി ഹാഫ്. അല്ലെങ്കിൽ ടി ഹാഫ് ഈക്വൽ ടു 0.693 ബൈ ആര് വരും? കെ വരും. 693 ബൈ കെ എന്ന് വരും. ഓക്കെ ആണോ? ഇനി ഇവിടെ ഒന്ന് നോട്ട് ചെയ്തേ. ടി ഹാഫ് ഇനിഷ്യൽ കോൺസെൻട്രേഷന് പ്രൊപ്പോർഷണൽ ആണോ? അല്ല. കാരണം എന്താ? ഇതിനകത്ത് ആരില്ല, ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഇല്ല. അപ്പം ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ ഹാഫ് ലൈഫ് ആരെ ഡിപ്പെൻഡ് ചെയ്യില്ല? ഇനിഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോണം, മറന്നു പോകരുത്. ഇത് ഡിഫൈൻ ഹാഫ് ലൈഫും റെഡ്യൂസ് ദ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴത്തേക്കും ഇതൊരു 4 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാം. ഇത് മാത്രമായിട്ടാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു 3 മാർക്കിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ചിലപ്പം രണ്ടും കൂടി ഒന്ന് ചോദിച്ചിട്ട് 2+2 4 മാർക്കിനായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എങ്ങനെയാണെങ്കിലും പഠിക്കേണ്ടതാണ്, സ്കിപ്പ് ചെയ്തേക്കരുത്, പഠിച്ചേക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ.
there is a regular decrease in the size of atoms, അല്ലേ, from lanthanum to lutetium. Write the cause for the above phenomenon. ഈ ഫിനോമിനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇത് ഏത് ടോപ്പിക് എന്നുള്ള ക്വസ്റ്റ്യൻ ആണോ, ഒന്ന് ഐഡന്റിഫൈ ചെയ്തേ, പെട്ടെന്നൊന്ന് ഐഡന്റിഫൈ ചെയ്തേ. ലാന്തനോയിഡ്, ബാക്കി പറഞ്ഞോ, കോൺട്രാക്ഷൻ അല്ലേ. ഇനി ഇവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത് ഇവിടെ, അതായത് സെൻറ്ററിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട് ആറ്റത്തിന്, അതിന് ചുറ്റും ഷെല്ലിലായിട്ട് ഇലക്ട്രോൺസ് ഉണ്ട്, ശരിയാണോ? ഇതിൻ്റെ ഇന്നർ ഷെല്ലിൽ വരുന്ന 4f ഇലക്ട്രോൺസിന്, ഇന്നർ ഷെല്ല് 4f ഷെല്ലിനകത്ത് വരുന്ന ഇലക്ട്രോൺസിന് പുറത്തുള്ള ഇലക്ട്രോൺസിനെ ഷീൽഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവാണ്. ഇൻഎബിലിറ്റി ഇൻ ഷീൽഡിങ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എഫക്റ്റീവ് ഇൻ ഷീൽഡിങ് ദി ഔട്ടർ ഇലക്ട്രോൺസ് ഫ്രം ദി ന്യൂക്ലിയർ ഫോഴ്സ് ഓർ ഫ്രം ദി ന്യൂക്ലിയർ ചാർജ്. ന്യൂക്ലിയർ ചാർജിനും പുറത്തുള്ള ഇലക്ട്രോൺസിനും ഇടയ്ക്കായിട്ട് ഈ 4f ഓർബിറ്റൽസുള്ള ഇലക്ട്രോൺസിന്, ഔട്ടർ ഓർബിറ്റിലും അകത്തുള്ള ന്യൂക്ലിയസിന് ഇടയ്ക്കായിട്ട് 4f ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഇലക്ട്രോൺസിനെ ഇതിനകത്തുനിന്ന് ഇതിലേക്കുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഷീൽഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവാണ്. അപ്പോൾ ഇത് ഷീൽഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അറ്റോമിക് നമ്പർ കൂടിക്കൂടി വരുന്നതിനനുസരിച്ച് ഇതിനിടയ്ക്കുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനും കൂടും. എന്ന് വെച്ചാൽ ഇലക്ട്രോൺസിനെ സ്ട്രോങ് ആയിട്ട് ഇത് ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. പുറത്തുള്ള ഷെല്ല് ഇലക്ട്രോൺസിനെ സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാരണം പുറമേ ഉള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യാൻ തുടങ്ങും, ന്യൂക്ലിയസിലേക്ക് കുറേ കൂടി അങ്ങ് അടുത്തടുത്ത് വരാൻ തുടങ്ങും. എന്ന് വെച്ചാൽ ഇതിൻ്റെ വലുപ്പം എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്ത് വരാൻ തുടങ്ങും. അല്ലെങ്കിൽ ആ ഇലക്ട്രോൺ ക്ലൗഡ് സ്ട്രിങ്ക് ചെയ്യാൻ തുടങ്ങും. സ്ട്രിങ്ക് ചെയ്യാന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുക, ചുരുങ്ങുക അല്ലേ. ഇതിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഫോഴ്സ് കാരണം ഇത് ഒന്നും കൂടി അങ്ങ് ചുരുങ്ങി വരാൻ തുടങ്ങും. അതുകൊണ്ടാണ് സൈസ് എന്ത് ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്യുന്നത്. അതായത് ലാന്തനീയത്തിൽ നിന്ന് ലുട്ടേറ്റിയത്തിലേക്ക് വരുംതോറും ആറ്റത്തിൻ്റെ സൈസ് കുറഞ്ഞു വരുന്നു. സാധാരണ അറ്റോമിക് നമ്പർ കൂടുമ്പോഴത്തേക്കും ആറ്റത്തിൻ്റെ സൈസ് കൂടിയാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ കുറഞ്ഞാണ് വരുന്നത്. കാര്യം എന്താ, ഈ ന്യൂക്ലിയസിൽ നിന്ന് ഔട്ടർ ഷെല്ല് ഇലക്ട്രോൺസിലേക്കുള്ള ഫോഴ്സിനെ ഷീൽഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കുറയ്ക്കാനായിട്ട്, ബ്ലോക്ക് ചെയ്യാനായിട്ട് ആർക്ക് കഴിവില്ല, 4f ഇലക്ട്രോൺസിന് കഴിവില്ല. അതിൻ്റെ ഇന്നർ ഷെല്ലിൽ വരുന്ന 4f ഇലക്ട്രോൺസിന് കഴിവില്ല. അതുകൊണ്ട് ആറ്റോമിക് നമ്പർ കൂടുന്തോറും ഇതിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടിക്കൂടി വരും. അതനുസരിച്ച് ഇലക്ട്രോൺ ക്ലൗഡ് ഷ്രിങ്ക് ചെയ്യും, അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് എന്തെഴുതാം, 4f ഇലക്ട്രോൺസ് ഇൻ ദി ഇന്നർ ഷെൽ ആർ ഇൻഎഫിഷ്യൻറ്റ് അല്ലെങ്കിൽ നോട്ട് എഫിഷ്യൻറ്റ് in screening the nuclear charge. ന്യൂക്ലിയർ ചാർജിന് സ്ക്രീൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം എന്ത് പറ്റും, ആസ് ദി അറ്റോമിക് നമ്പർ ഇൻക്രീസസ് force of attraction also increase. അല്ലെങ്കിൽ the force of attraction increases with the increase in atomic number. അപ്പോൾ അവിടെ എന്ത് പറ്റും, the electron cloud shrinks, shrink ചെയ്യും. Therefore size decrease ചെയ്യും from 2
ലുട്ടേറ്റിയം. അയച്ചു നോക്കിയേ. Four of electrons in the inner shell are not efficient in screening the nuclear charge from nuclear charge. As the result, atomic number increases, the force of attraction also increase. Atomic number കൂടുന്നതിനനുസരിച്ച് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും. ദി ഇലക്ട്രോൺ ക്ലൗഡ് സ്ട്രിങ്ക് ചെയ്യും. അതുകൊണ്ട് എന്ത് പറ്റും? സൈസ് ഡിക്രീസ് ചെയ്യും. എവിടെ നിന്ന് എങ്ങോട്ട്? ലാന്ഥനം ടു ലുട്ടേറ്റിയം. വാട്ട് ആർ ഇറ്റ്സ് കോൺസിക്വൻസസ്? അതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്ന്. എന്തൊക്കെയാണ് ഇതിൻ്റെ കോൺസിക്വൻസസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ, അതായത് സെക്കൻഡ് സീരീസിലും തേർഡ് സീരീസിലും ഗ്രൂപ്പിൽ എടുക്കുമ്പോഴത്തേക്കും, സാധാരണ ഗ്രൂപ്പിൽ താഴേക്ക് വരും തോറും ആറ്റത്തിൻ്റെ സൈസ് കൂടിയാണ് വരുന്നത് അല്ലേ? പക്ഷേ ഇവിടെ ആറ്റോമിക് നമ്പർ കൂടുന്നതനുസരിച്ച് ആറ്റം ഇലക്ട്രോൺ ക്ലൗഡ് സ്ട്രിങ്ക് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ? ചുരുങ്ങി പോകുമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഗ്രൂപ്പിൽ താഴേക്ക് വരും തോറും ഇവിടെ എന്ത് സംഭവിക്കും? ആറ്റത്തിൻ്റെ സൈസ് കുറഞ്ഞു വരും. അല്ലെങ്കിൽ ഇതിനെക്കാട്ടിലും കൂടത്തില്ല താഴത്ത് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? സൈസസ് ആർ സിമിലർ. എങ്ങനെ? ഗ്രൂപ്പിൽ അല്ലേ? belonging to same group in second and third series of lanthanoids. ഒന്ന്, സൈസസ് ആർ സിമിലർ. The atoms belonging to same group in second and third series of lanthanoids. അതായത് സെക്കൻഡും തേർഡ് സീരീസിലും വരുന്ന ആറ്റംസ് സെയിം ഗ്രൂപ്പിൽ വരുന്നതാണെങ്കിൽ താഴോട്ട് വരുന്നതോറും സൈസ് കൂടണം. പക്ഷെ ഇവിടെ താഴേക്ക് വരുന്നതോറും സൈസ് കൂടത്തില്ല, സെയിം സൈസ് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഇതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആണെങ്കിൽ ഇതിനെ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് പാടായിരിക്കും. എക്സ്ട്രാക്ഷൻ ഈസ് ഡിഫിക്കൽട്ട്. ഇത് മൂന്നുമാണ് ലാന്ഥനോയ്ഡ് കോൺട്രാക്ഷൻ്റെ കോൺസിക്വൻസസ്. Sizes are similar for atoms in the same group. For atoms in the same group. Okay, belongs to ഒന്നും വേണ്ട, ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാം. Sizes are similar for atoms in the same group in the second and third series of lanthanoid. ഇനി സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എക്സ്ട്രാക്ഷൻ എങ്ങനെയായിരിക്കും? ഡിഫിക്കൽട്ട് ആയിരിക്കും. ലാന്ഥനോയ്ഡ് കോൺട്രാക്ഷൻ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചോണം, പഠിക്കാതിരിക്കരുത്. എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അതിനുള്ള കാരണം എന്താണെന്നുള്ളതും അതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്നുള്ളതും. ഓക്കെ, ജസ്റ്റ് നോക്കിയേ. ദർ ഇസ് എ റെഗുലർ ഡിക്രീസ് ഇൻ ദ സൈസ് ഓഫ് ആറ്റംസ് ഫ്രം ലാന്ഥനം ടു ലുട്ടേറ്റിയം. റൈറ്റ് ദി കോസസ് ഫോർ ദി എബോ ഫിനോമിനൻ. വാട്ട് ആർ ഇറ്റ്സ് കോൺസിക്വൻസസ്? കണ്ടോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് മീൻ ബൈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി? വിച്ച് ആർ ദേ? എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? എന്തായിരുന്നു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്? പ്രോപ്പർട്ടീസ് വിച്ച് ആർ ഇൻഡിപെൻഡൻ്റ് ഓഫ് നേച്ചർ ഓഫ് ദി സൊല്യൂഷൻ അല്ലേ? സൊല്യൂഷൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. പിന്നെ ആര് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? depends only on the number of solute particles. Properties
depend only on the number of solute particles and independent of chemical properties. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. വേപ്പർ പ്രഷർ കുറയുക. സെക്കൻഡ് വണ്ണോ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റ് കൂടുക. ബോയിലിംഗ് പോയിന്റ്. അടുത്തതോ ഫ്രീസിംഗ് പോയിന്റ് കുറയുക അല്ലേ? ഡിപ്രഷൻ കുറയുക അല്ലേ? ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. അടുത്തതോ ഓസ്മോട്ടിക് പ്രഷർ. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതും അതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളും ദെൻ ഇത് ബേസ് ചെയ്ത് വരുന്ന പ്രോബ്ലംസും ഓൾറെഡി ചാനലിൽ വീഡിയോ കിടപ്പുണ്ട്. ഒന്ന് നോക്കിയേക്കണേ കേട്ടോ. നോക്കാതെ പോകരുത്. ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. 4 ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പം ഏതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്ത് പറയാൻ പറ്റില്ല. 4 മാറിയും തിരിഞ്ഞും ഒക്കെ ചോദിക്കാറുള്ളതാണ്. അപ്പം ലിങ്ക് കമൻറ്റ് ബോക്സിൽ തന്നേക്കാം. നോക്കാൻ മറക്കരുത്. ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കി പഠിച്ചേക്കണം. ഓക്കെ, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസും കഴിഞ്ഞു. ഇനി അടുത്തതിലേക്ക് വരുമ്പം വാട്ട് ആർ ഫ്യൂവൽ സെൽസ്? ഡ്രോ എ നീറ്റ് ലേബിൾഡ് ഡയഗ്രാം. ഫ്യൂവൽ സെൽസ് എന്താ? അതിൻ്റെ ഡയഗ്രാം വരയ്ക്കാൻ. അല്ലെങ്കിൽ ഗിവ് ദി ഓവറോൾ സെൽ റിയാക്ഷൻ ഓഫ് H2O2 ഫ്യൂവൽ സെൽ. വാട്ട് ആർ ഇറ്റ്സ് അഡ്വാൻറ്റേജസ്? ഇത് രണ്ടും 3 മാർക്കിൻ്റെയാണ്. എന്ന് വെച്ചാൽ ടോട്ടൽ എത്ര വരാം? ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഫസ്റ്റ് അപ്പോൾ എന്താ ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത്? ഫ്യൂവൽ സെൽസ് എന്ന് പറയുന്നത് ഗാൽവാനിക് സെല്ലാണ്. ഇറ്റ് ഈസ് എ ഗാൽവാനിക് സെല്ലാണ്. ഇനി ഇവിടെ എങ്ങനെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഫ്യൂവൽസ് കത്തുമ്പോൾ ഉള്ള എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. എനർജി ഓഫ് കമ്പസ്റ്റൻ കത്തുക അല്ലേ? ഫ്യൂവൽസ് കത്തുമ്പം കൺവേർട്ടഡ് ടു എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി ഫ്യൂവൽ സെൽ എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഇപ്പം തന്നെ ഒപ്പം ഒന്ന് വരച്ച് പഠിച്ചോണം കേട്ടോ. ഇവിടെ H2 ഉള്ളിലേക്ക് ബബിൾ ചെയ്യും, ഇവിടെ O2 ബബിൾ ചെയ്യും. ഇനി ഇതിനകത്ത് ഇതെന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റ് ആണ്. ഇനി ഇവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് കോൺസെൻട്രേറ്റഡ് NaOHൻ്റെ അക്യൂസ് സൊല്യൂഷനാണ്. ഇലക്ട്രോലൈറ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. കോൺസെൻട്രേറ്റഡ് NaOHൻ്റെ അക്യൂസ് സൊല്യൂഷനാണ്. ഇനി ഈ ഡാർക്ക് കളറിൽ വന്നിരിക്കുന്ന രണ്ടും ഇലക്ട്രോഡ്സ് ആണ്. ആനോഡ്
നെഗറ്റീവ് ഇലക്ട്രോഡ്, ഇത് കാഥോഡ്, പോസിറ്റീവ് ഇലക്ട്രോഡ്. ഓവറോൾ റിയാക്ഷൻ നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് നിന്ന് വാട്ടർ വരുന്നുണ്ടല്ലേ, H2O. ഇത്രയും കാര്യങ്ങളാണ് നോട്ട് ചെയ്യേണ്ടത്. ഇപ്പം തന്നെ വരച്ച് പഠിച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. ടോട്ടൽ എല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു 6 മാർക്കിനുള്ള സ്കോപ്പ് ഉണ്ട്. ടു മാർക്കിനകത്ത് വരാം, 3 മാർക്കിനകത്ത് വരാം, 4 മാർക്കിനകത്ത് വരാം. 2 സെക്ഷനായിട്ട് ക്ലബ് ചെയ്ത് വന്ന ഒരു 6 മാർക്കോ 5 മാർക്കോ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. എന്താണ് ഫ്യൂവൽ സെല്ല്, അതിൻ്റെ ഡയഗ്രാം. ഇനി എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? അതായത് ഗിവ് ദി ഓവറോൾ സെൽ റിയാക്ഷൻ. സെൽ റിയാക്ഷൻ എന്താണെന്ന് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. സെൽ റിയാക്ഷൻ നമുക്ക് എഴുതി നോക്കാം. H2O2 ഫ്യൂവൽ സെല്ലിൻ്റെ ആണ്. നമുക്ക് ആദ്യം ഇതിൻ്റെ ആനോഡിനകത്ത് ഏതാ റിയാക്ഷൻ നടക്കുന്നതെന്നുള്ളത് നോക്കാം. ആനോഡിൽ നടക്കുന്നത് 2 ഹൈഡ്രജൻ 4 OH മൈനസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് 4 വാട്ടർ മോളിക്യൂളും 4 ഇലക്ട്രോണും റിലീസാവും. 4 ഇലക്ട്രോൺ റിലീസാവും. ഇനി കാഥോഡിലേക്ക് വരുമ്പം ഓക്സിജൻ, വാട്ടറുണ്ട്, 4 ഇലക്ട്രോൺസുമായിട്ട് കമ്പൈൻ ചെയ്യും. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? കമ്പൈൻ ചെയ്യാണ്, പ്ലസ് ആണ് വരുന്നത്. ഓക്കെ, നമുക്ക് എന്ത് കിട്ടും? 4 OH മൈനസ് കിട്ടും. ഇനി ഓവറോൾ റിയാക്ഷൻ. ഓവറോൾ റിയാക്ഷൻ നോക്കുമ്പം 2H2 plus O2 gives 2H2O. 2H2 plus O2 gives 2H2O. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ടോണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണേ. ഇനി വാട്ട് ആർ ഇറ്റ്സ് അഡ്വാൻറ്റേജസ്? ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് നോക്കുമ്പം ഒന്ന്, സ്റ്റഡി വോൾട്ടേജ് കിട്ടും. സ്റ്റഡി വോൾട്ടേജ് കൂടുതൽ എഫിഷ്യൻ്റ് ആണ്, മോർ എഫിഷ്യൻ്റ് ആണ്. പിന്നെ പൊള്യൂഷൻ ഫ്രീ ആണ്. പൊള്യൂഷൻ ഫ്രീ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ഹെൻറീസ് ലോ. വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ദി ലോ? എന്താ ഹെൻറീസ് ലോ? ഹെൻറീസ് ലോ പറയുന്നത് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ solubility of a gas in a liquid is directly proportional to the pressure of the gas. At constant temperature, solubility of gas in liquid proportional to ആർക്കാണ്? pressure of the gas. At a constant temperature, solubility of gas in liquid is proportional to, sentence ആയിട്ട് തന്നെ എഴുതണം കേട്ടോ എക്സാമിനെ, is proportional to solubility of gas in liquid is proportional to pressure of the gas. പഠിക്കാൻ എളുപ്പത്തിനാണ് ഇവിടെ സിമ്പിൾ ഇട്ടങ്ങ് എഴുതുന്നത്. ഇതാകുമ്പോൾ നമ്മൾ പെട്ടെന്നൊന്ന് ഓർത്തിരിക്കും. ഇനി ഹെൻറീസ് ലോയുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ഹെൻറീസ് ലോയുടെ ലിമിറ്റേഷൻസ് വരുമ്പോഴത്തേക്കും നമുക്കവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം ഒന്നെന്ന് പറയുന്നത്, അതായത് ഹെൻറീസ് ലോ ഇസ് വാലിഡ്. ഇത് വാലിഡ് ആകണമെങ്കിൽ ഇഫ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രഷർ ഓഫ് ദി ഗ്യാസ്
നോട്ട് ടു ലോ, തീരെ അല്ല പ്രഷറാണ് അല്ലേ, പ്രഷർ ഹൈ ആയിരിക്കരുത്. ഓക്കെ, പ്രഷർ ഓഫ് ദ ഗ്യാസ് നോട്ട് ടു ഹൈ, ഒരിക്കലും ഒത്തിരി കൂടുതലായിരിക്കരുത്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഗ്യാസ് നോട്ട് ഹൈലി സോല്യൂബിൾ, ഒത്തിരി സൊല്യൂബിൾ ആയിരിക്കരുത്. പെട്ടെന്ന് അലിഞ്ഞു ചേരുന്നതായിരിക്കരുത്, ഒത്തിരി അങ്ങ് അലിഞ്ഞു ചേരുന്നതായിരിക്കരുത്. ദെൻ ടെമ്പറേച്ചർ നോട്ട് ടു ലോ, തീരെ ചെറുതായിരിക്കരുത്, തീരെ കുറഞ്ഞു പോകരുത്. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് കെമിക്കലി റിയാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസോസിയേഷനോ അസോസിയേഷനോ നടക്കുകയോ ചെയ്യരുത്. അതായത് ഗ്യാസ് നെയ്തർ റിയാക്ട് കെമിക്കലി റിയാക്ട് ചെയ്യരുത്, നോർ ഡിസോസിയേറ്റ് ഓർ അസോസിയേറ്റ്, ഡിസോസിയേറ്റ് ചെയ്യാനോ അസോസിയേറ്റ് ചെയ്യാനോ പാടില്ല. എവിടെ? ഇൻ സോൾവെന്റിനകത്ത്. അപ്പൊ ഹെൻറീസ് ലോ എന്താ പറയുന്നത്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ the solubility of gas in liquid is proportional to pressure of the gas. ഇനി അത് ലോ വാലിഡ് ആണെങ്കിലോ it is valid only if the pressure of the gas not too high, gas not highly soluble, temperature not too low, gas neither react chemically nor dissociate or associate in the solution. അല്ലെങ്കിൽ ഇത് രണ്ട് പോയിന്റ് ആയിട്ട് പഠിച്ചു. Gas not react chemically with the solvent, it does not undergo dissociation or association. രണ്ട് പോയിന്റ് ആയിട്ട് അങ്ങ് പഠിച്ചാൽ മതി, 5 പോയിന്റ് ആവും. ക്ലിയർ ആയോ? അപ്പം നമ്മളിപ്പം 3 മാർക്കിൻ്റെ ഏകദേശം ഒരു 11 ക്വസ്റ്റ്യൻസ്, അതിൻ്റെ അകത്ത് കുറേ നമ്മൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ നോക്കിയിട്ടുണ്ട് അല്ലേ, ചിലതിനൊക്കെ നമ്മൾ എക്സ്ട്രാ പാർട്ട് നോക്കിയിട്ടുണ്ട്. അതുപോലെ ഫ്യൂൽ ക്വിറ്റ്സലിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു 6 മാർക്ക് നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 0 ഓർഡർ റിയാക്ഷനും 1st ഓർഡർ റിയാക്ഷനും രണ്ടിൻ്റെയും ഡെറിവേഷൻ പഠിക്കണം. അപ്പം എങ്ങനെ വന്നാലും നിങ്ങൾ ഇതെല്ലാം പഠിക്കുകയാണെങ്കിൽ എങ്ങനെ വന്നാലും ഒരു 40 മാർക്സിൻ്റെ റേഞ്ച് എന്തായാലും നിങ്ങൾക്ക് കിട്ടും, ഉറപ്പാണ്. ഇപ്പോൾ 3 മാർക്കായിട്ട് തന്നെ ചോദിക്കണമെന്നില്ല, 1 ചോദിക്കാം, 2 ചോദിക്കാം, 4 മാർക്കായിട്ട് ചോദിക്കാം, കമ്പൈൻ ചെയ്ത് 5 ചോദിക്കാം, 6ലേക്ക് പോകാം, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. എങ്ങനെ ചോദിച്ചാലും എഴുതാനുള്ള സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ തന്നേക്കാം. എക്സ്ട്രാ വേണ്ടുന്ന ടോപ്പിക്സിൻ്റെയൊക്കെ ഒന്ന് നോക്കിക്കോണേ. ഇത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് മീൻസ് പ്രോബ്ലംസ് എങ്ങനെ ചോദിക്കാം എന്നുള്ളത്, അതുപോലെ തന്നെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെ ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ആയിട്ട് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇനി ഇതിന് തൊട്ട് മുമ്പായിട്ട് ഓൾറെഡി നമ്മളൊരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കാണാൻ മറക്കരുതും. അതിനകത്തും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഉറപ്പായിട്ട് കെമിസ്ട്രി എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റും. ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. ഓക്കെ, ബൈ.